ഫാസ്റ്റ് ന്യൂസിലേക്ക്. മുത്തങ്ങയിൽ പോലീസുകാരൻ വിനോദ് കൊല്ലപ്പെട്ട കേസിൽ രണ്ടാം പ്രതി അശോകൻ മാത്രം കുറ്റക്കാരൻ. മരിച്ചതിനാൽ ശിക്ഷ വിധിച്ചില്ല. ഗീതാനന്ദൻ ഉൾപ്പെടെ 56 പ്രതികളും കുറ്റവിമുക്തർ. പോലീസ് ഉദ്യോഗസ്ഥൻ അബ്ദുൽ സലാം വധശ്രമ കേസിൽ ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പ്രതികൾക്ക് 5 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും. വിധി പറഞ്ഞത് വയനാട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. വിധി നിരാശാജനകമെന്ന് വിനോദിന്റെ കുടുംബം. PMശ്രീയിൽ UDF സർക്കാരിന്റെ വാദം തള്ളി കേന്ദ്ര സർക്കാർ. പദ്ധതിയിൽ നിന്ന് ആവശ്യമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്ന് രാജ്യസഭയിൽ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൗധരി മറുപടി നൽകി. പിന്മാറുകയോ ഒപ്പിടാതിരിക്കുകയോ ചെയ്യുന്ന സംസ്ഥാനങ്ങൾക്ക് പദ്ധതി ആനുകൂല്യങ്ങൾ നഷ്ടമാവും. മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പാഠ്യപദ്ധതിയിൽ ഉചിതമായ മാറ്റങ്ങൾ വരുത്താനുള്ള സ്വാതന്ത്ര്യം സംസ്ഥാനങ്ങൾക്കുണ്ടാകുമെന്നും PV അബ്ദുൾ വഹാബ് MP ചോദ്യത്തിന് കേന്ദ്രമന്ത്രി മറുപടി നൽകി. PMശ്രീയിൽ UDF കൺവീനറെ തള്ളി മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. PMശ്രീയുമായി മുന്നോട്ടു പോകുന്നതിനെക്കുറിച്ച് UDFൽ ചർച്ച നടന്നിട്ടില്ല. PMശ്രീയിൽ നിന്ന് എങ്ങനെ പിന്മാറാൻ കഴിയുമെന്ന് ആലോചിക്കുകയാണ് എന്നും മന്ത്രി പറഞ്ഞു. നീറ്റ് പ്രതിഷേധ കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തീരുമാനം പിണറായി വിജയൻ ഉൾപ്പെടെ നൽകിയ പരാതികൾ കണക്കിലെടുത്തുകൊണ്ട്. പുനർജനിയിൽ വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് MV ഗോവിന്ദൻ സംസാരിക്കുന്നത് എന്നും മുഖ്യമന്ത്രിക്കെതിരെ തെളിവില്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി തെളിവ് ഉണ്ടാക്കണോ എന്നും ചെന്നിത്തല ചോദിച്ചു. തെരുവ് നായ്ക്കളെ ദയാവധം ചെയ്യാമെന്ന സുപ്രീം കോടതി നിർദ്ദേശം നടപ്പാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. ഇതോടെ അപകടകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകും. 2ൽ കൂടുതൽ നായ്ക്കളുള്ള വീടുകൾ ഷെൽട്ടറായി പരിഗണിക്കും. BJP MLA-മാരായ രാജീവ് ചന്ദ്രശേഖരന്റെയും V മുരളീധരന്റെയും തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. നേമത്തെ എതിർ സ്ഥാനാർത്ഥി ശബരിനാഥനും കഴക്കൂട്ടത്തെ LDF സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രനുമാണ് ഹർജിക്കാർ. നാമനിർദ്ദേശ പത്രികയിൽ ശരിയായ വിവരങ്ങൾ മറച്ചുവെച്ചുവെന്ന് ആരോപണം. നവജാത ശിശു വിൽപ്പന കേസിലെ പ്രതികൾ പരാതിക്കാരിയുമായി നടത്തിയ ചാറ്റിന്റെ വിശദാംശങ്ങൾ അമൃത TVക്ക്. കുട്ടിയെ വിൽക്കുന്നുണ്ടോ എന്ന പ്രതികളുടെ ചോദ്യവും 2 ലക്ഷം രൂപ ഓഫർ ചെയ്യുന്നതും ചാറ്റിൽ യുവതിയോട് പ്രതികൾ സ്കാനിംഗ് റിപ്പോർട്ട് അടക്കം ആവശ്യപ്പെട്ടിരുന്നുവെന്നതും ചാറ്റിൽ നിന്നും വ്യക്തമാണ്. വടകര MDMA കേസിൽ നിർണായകമായ വഴിത്തിരിവ്. ലഹരി ഇടപാടിന്റെ പ്രധാന ആസൂത്രകനെ പോലീസ് തിരിച്ചറിഞ്ഞു. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയായ ഷിൻഡോ ഷിബുവാണ് കേസിലെ പ്രധാന സൂത്രധാരൻ. പിടിയിലായ അധ്യാപികമാർ ഇരിട്ടി സ്വദേശിയായ ജിജിൽ കുര്യാക്കോസിനാണ് പണം കൈമാറിയിരുന്നത്. ചേർത്തല അർത്തുങ്കൽ വില്ലേജ് സഹകരണ ബാങ്കിന് പോലീസ് സംരക്ഷണം അനുവദിച്ച് ഹൈക്കോടതി. ഉത്തരവ് ഞായറാഴ്ച നടക്കുന്ന ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ സംഘർഷ സാധ്യത ചൂണ്ടിക്കാട്ടി ബാങ്ക് സെക്രട്ടറി നൽകിയ ഹർജിയിൽ തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പ് പോലീസ് ഉറപ്പുവരുത്തണമെന്നും കോടതി. തെന്നിന്ത്യൻ പിന്നണി ഗായിക ജമുന റാണി അന്തരിച്ചു. അന്ത്യം 88-ാം വയസ്സിൽ. ബാംഗ്ലൂരിൽ ഓർമ്മയായത് സിംഹള. തമിഴ്, കന്നഡ, മലയാളം ഭാഷകളിലായി 6000-ലധികം ഗാനങ്ങൾ ആലപിച്ച ഗായിക. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.